ഒരു മതത്തിന് സർവാധിപത്യമുള്ള രാജ്യങ്ങളിൽ പോയാൽ മതി, അവിടെ മതസൗഹാർദ്ദവും ഇല്ല, സാർ പറഞ്ഞ ഒരു കണാപ്പും ഇല്ല. അവിടെ വേറൊരു രണ്ട് മതങ്ങളുടെയും എല്ലാം കൂടെ ഒരുമിച്ച് പോകണമെന്നൊന്നും ആരും പറയാറില്ല. പറഞ്ഞു കഴിഞ്ഞാൽ പണിയാണ്, അവർക്കും പണിയാണ്, നിങ്ങൾക്കും പണിയാണ്. ബ്രൂട്ടൽ മെജോറിറ്റിയുള്ള, എസ്പെഷ്യലി നിങ്ങൾ പല രാജ്യങ്ങളിലും അവിടെ എന്ത് മതസൗഹാർദ്ദം. ഇപ്പോൾ മതേതരത്വം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ വളരെ ഓക്സിജൻ പോലെ കാണുന്ന ഒരു കാര്യമാണ്. പക്ഷെ പാകിസ്ഥാനിൽ ഇതേ ന്യൂനപക്ഷ ആൾക്കാർക്ക് ഈ സെക്യുലറിസം ഒരു വിഷയമല്ല. ദേ ഡു നോട്ട് സ്റ്റാൻഡ് ഫോർ ഇറ്റ്, ദേ ഡോണ്ട് വാണ്ട് ഇറ്റ്. ഇതൊക്കെ ഒരു അടവാണ് യഥാർത്ഥത്തിൽ. മതത്തിൻ്റെ ഇൻഹറൻ്റ് ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ വയലൻസാണ്. വയലൻസും പരമത വിദ്വേഷവും. പരമത വിദ്വേഷം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മതവിശ്വാസിയാവാൻ കഴിയില്ല. ഗാന്ധിജിയോട് ചോദിച്ചിട്ടുള്ള കാര്യമാണ്. ഗാന്ധിജി അങ്ങ് ഭയങ്കര എല്ലാവരും അംഗീകരിക്കുന്ന ആളാണെന്നൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോൾ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഹിന്ദു മതവിശ്വാസം ഇത്ര പ്രിയപ്പെട്ടതാകുന്നത്? ഡെഫിനറ്റ്ലി റീസൺ കറക്റ്റാണ്. മറ്റു മതവിശ്വാസങ്ങളെക്കാൾ ഉത്കൃഷ്ടമാണ് ഹിന്ദു മതവിശ്വാസമെന്ന് നിങ്ങളുടെ മനസ്സിൻ്റെ ഏതെങ്കിലും കോണിൽ നിങ്ങൾ ചിന്തിക്കാതെ നിങ്ങളൊരു ഹിന്ദു മതവിശ്വാസിയായിട്ട് തുടരില്ല. പിന്നെ മറ്റു മതങ്ങളുമായി സൗഹാർദ്ദത്തിൽ പോകുക എന്ന് പറഞ്ഞാൽ കോമൺ സെൻസാണ്. പക്ഷേ ഒരു വിശ്വാസം വെച്ചുകൊണ്ട് ഒരു മതവിശ്വാസിക്കും അടിസ്ഥാനപരമായി മതേതരവാദിയാകാൻ സാധിക്കില്ല. പക്ഷേ ഇന്ത്യൻ മതേതരവാദിയാകാൻ കഴിയും. ഇന്ത്യൻ മതേതരവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സവിശേഷമായ മതേതരവാദിയാണ്, അല്ലേ? എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണന അങ്ങനെ ആർക്കും കൊടുക്കാൻ പറ്റില്ല, അത് വേറെ കാര്യം. ചുമ്മാ വാദം അടിക്കാം, അല്ലെ? മതേതരം എന്ന് പറഞ്ഞാൽ മതത്തിന് ഇതരമായ, മതേതരം എന്ന് പറഞ്ഞാൽ എല്ലാ ഐറ്റംസും കുറച്ച് അടിക്കലാണോ എനിക്കറിയത്തില്ല. അതുപോലെയാണ് ഇന്ത്യയുടെ മതേതരത്വം പോയിക്കൊണ്ടുപോകുന്നത്.